നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഡെയിലി നടക്കണ മാതിരി തന്നെ. ഞാൻ ഡെയിലി ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്കും കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മളുടെ സ്വന്തം കാര്യം നോക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് നമ്മൾ കിടക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതം. എല്ലാവർക്കും നല്ലൊരു ജീവിതം വേണമെന്നുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട് ഇല്ലേ? അതുകൊണ്ടൊക്കെയല്ലേ നമ്മൾ നാടൊക്കെ വിട്ടിട്ട് നമ്മളുടെ സ്വന്തം ബന്ധുക്കളെയും അച്ഛനെയും അമ്മനെയും ഭാര്യനെയും കുട്ടികളൊക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് ജോലി ചെയ്യണത് അല്ലേ? ഭർത്താക്കന്മാരൊക്കെ വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് ജോലി ചെയ്ത് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ഇത്ര കാലം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും ഇത്രയും പൈസ സമ്പാദിച്ച് കഴിഞ്ഞിട്ടും നല്ലൊരു ജീവിതം കിട്ടാൻ വഴിയില്ല, പറ്റണില്ല. എന്താ കാരണം എന്നറിയോ? അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് വെച്ചാൽ ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയുള്ളൂ ചിലർ. നമ്മൾക്കത് ക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? അതിനെ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ നമ്മൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വഴിയുണ്ടാവുള്ളൂ. നമ്മളെത്ര ആൾക്കാർ അങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കാറുണ്ട്, നാളെ നല്ലൊരു ജീവിതം വരും എന്നും പറഞ്ഞിട്ട്. അല്ലാണ്ട് നമ്മൾ സ്വന്തം അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ജീവിതത്തിനെ പറ്റിയിട്ട് സീരിയസ് ആവണം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ മറ്റവൻ്റെ ലൈഫ് കണ്ടിട്ട് അവൻ്റെ ലൈഫ് മാതിരി എനിക്ക് നാളെ ഒരു ജീവിതം വേണം, അല്ലെങ്കിൽ മറ്റവളുടെ ലൈഫ് കണ്ടിട്ട് അവളുടെ ലൈഫ് മാതിരി എനിക്കൊരു ജീവിതം വേണം. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസീവായിട്ട് നമ്മൾ നോക്കണതാണ്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നത്, അവരുടെ ജീവിതം നല്ലതാണല്ലോ, എൻ്റെ ജീവിതം ഒന്നും നല്ലതാവാത്തത്. നമ്മൾക്കൊരു ഇൻറ്റൻഷൻ വേണം, ഒരു എയിം വേണം, എവിടെ എത്തേണ്ടതെന്ന്. പകുതി ആൾക്കാർക്കും സത്യം പറഞ്ഞാൽ ആ എയിമില്ല, മനസ്സിലായല്ലേ? ഇന്നിപ്പോൾ ഇവിടെയാണ് നമ്മൾ, നാളെ എവിടെ എത്തണം, ആ ഒരു എയിം ഇല്ലാണ്ടാണ് നമ്മൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് പറഞ്ഞ് നടക്കണം പറഞ്ഞാൽ എൻ്റെ സഹോദരി കിട്ടില്ല നമുക്ക്. ഇപ്പോൾ ഈ കാണുന്ന ജനങ്ങളുടെ ലൈഫിലെ എയിം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെ. രാവിലെ 5 മണിക്ക് എനിക്കും ജോലിക്ക് തയ്യാറാവും, ജോലിക്ക് പോവും, പിന്നെ തിരിച്ച് ഈ ട്രക്ക് ഓടിക്കുന്ന ആളുടെ ജീവിതം വരെ, പിന്നെ തിരിച്ച് വീട്ടിലെത്താം. ഇതൊക്കെയാണോ നമ്മളുടെ ജീവിതത്തിൻ്റെ എയിം? ഇതൊക്കെയാണോ നല്ലൊരു ജീവിതം? എല്ലാവരും ഒരു തിരക്കിൽ കൂടെയാണ് ഈ നടക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ കണ്ടു നോക്കിയാൽ അവിടെ 2 ആൾക്കാർ നൂണ്ട് ഇങ്ങനെ കുറച്ച് റിലാക്സ് ചെയ്യുക, പിന്നെ കുറേ വണ്ടികൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകണു ഇപ്പം ജോലി കഴിഞ്ഞിട്ട്. ഇതൊരു പരക്കം പായലാ. എന്തിന്? ജീവിതം എന്താണ്? നല്ല വണ്ടി, നല്ല വീട്, കുടുംബം, അതൊക്കെയാണോ? ഈ പരക്കം പായലിനെ നിങ്ങൾ ജീവിതം എന്ന് പറയുമോ? ഞാൻ പറയില്ല. ഈ ജീവിതമാണ് ഞാനും ജീവിച്ചത് കുറച്ച് കാലത്തേക്ക്. പൈസ ഉണ്ടാക്കലൊക്കെ ശരിയാണ്, മനസ്സിലാക്കാം നമുക്ക്. പക്ഷേ എന്താണ് എയിം? നമ്മളുടെ ലൈഫിൻ്റെ എയിം എന്താണ്? മരിക്കണത് വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഉണ്ടോ ഡ്രീം നിങ്ങളുടെ? ഉണ്ടെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. നിങ്ങൾ ആ ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അല്ലാണ്ട് ഒരു ജോലി കിട്ടണതും, പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണം കഴിക്കുക, പിന്നെ ഒരു വീട് മേടിക്കുക, ഇതൊക്കെയാണോ ഡ്രീം? കുട്ടികളുണ്ടാക്കുക? ജീവിതം എന്താണ് നല്ല ജീവിതം? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? നോ യുവർ പർപ്പസ്. ജീവിതത്തിൻ്റെ അർത്ഥമില്ലെങ്കിൽ പിന്നെ അതിനെ നമ്മൾ ജീവിതം എന്ന് പറയില്ല. ജീവിതത്തിൻ്റെ അർത്ഥമില്ലെങ്കിൽ നമ്മൾ ലോസ്റ്റായി പോവും, എന്നുവെച്ചാൽ കളഞ്ഞു പോവും. നമ്മളെ തന്നെ കളഞ്ഞു പോവും. അതാണ് പ്രശ്നം. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം ആദ്യം കണ്ടുപിടിക്കുക, എന്നാലും നമ്മൾക്ക് മനസ്സിലാവുള്ളൂ ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഈ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, ഈ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, അതാദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ എന്തിനാ ജീവിക്കുന്നത് പോലും അറിഞ്ഞൂടാ. ജോലി ചെയ്യുക, അത് മാത്രമേ നമ്മളിപ്പോൾ ചെയ്യണുള്ളൂ. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സോ വാട്ട് ഡു യു വാണ്ട് ഫ്രം ലൈഫ്? അതാണ് മെയിൻ. പിന്നെ ഒരു പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ട്രൈ ടു ഗെറ്റ് ദാറ്റ്. അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. അത് ആൾക്കാരോട് പറയരുത് നമ്മൾ. വി ഷുഡ് നോട്ട് സേ ദാറ്റ് വാട്ട് ആർ വി
ലുക്കിംഗ് ഫോർ ഇൻ മൈ ലൈഫ് ഓർ അവർ ലൈഫ്. അത് നമ്മൾ ആൾക്കാരോട് പറയരുത്, ആരോടും ഷെയർ ചെയ്യരുത്. ഹേയ് ഞാനിത് ചെയ്യാൻ പോകണം, ഞാനപ്പോൾ അത് ചെയ്യാൻ പോകണം, ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെയാവും. നെവർ ഡു ദാറ്റ്. ഇതാണ് പ്രശ്നം നമ്മളുടെ കുറേ ആൾക്കാർക്കുള്ളത്. നമ്മളിങ്ങനെ അങ്ങോട്ട് ബോസ്റ്റ് അടിച്ചിട്ട് അങ്ങോട്ട് പറയും, നാളെ ഞാൻ ഇങ്ങനെ ചെയ്യും, നാളെ ഞാൻ ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇടി അത് ഇത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാം, നമ്മളിങ്ങനെ ചെയ്യാം. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ഉള്ളിൽ തന്നെ വയ്ക്കുക അത്. എന്നിട്ട് നമ്മളതിനെ കണ്ടുപിടിക്കാൻ നോക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ ലോസ്റ്റ് ആയത്. ഇതുവരെ ഞാൻ പറയണപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നു. അതിൽ കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നോക്കുക. അത് കണ്ടുപിടിക്കാൻ അവർ എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി കഴിഞ്ഞാൽ സ്വന്തം അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. വേറെ ആരോടും പറയരുത് കേട്ടോ. നിങ്ങളുടെ താഴ്ച എന്താണെന്ന് കണ്ടുപിടിക്കുക. കുറേ ആൾക്കാർക്ക് കുറേ വീക്ക് സ്പോട്ട്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ കവറപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾക്ക് തന്നെ അറിയാം നമ്മളുടെ വീക്ക് സ്പോട്ട്സ് എന്താണെന്ന്. ചിലപ്പോൾ ലേസിനെസ് ആയിരിക്കും. ലേസിനെസ് ഏറ്റവും ആദ്യത്തെ വീക്ക് സ്പോട്ടാണ് കൂടുതൽ ആൾക്കാർക്കും വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ലേസിനെസ് നിങ്ങളുടെ വീക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ നോക്കുക. ലോൺലിനെസ്, ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ വ്ളോഗിൽ, ലോൺലിനെസ് അത് നിങ്ങളുടെ വീക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ അതിനെ ഓവർകം ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യം വീക്ക് സ്പോട്ട്സിനെ നമ്മൾ ഓവർകം ചെയ്താലേ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ എയിം നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ആരെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മളുടെ ജീവിതം നശിച്ചെന്ന് പറഞ്ഞാൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ജീവിതം എവിടെയും എത്തണില്ല, അത് ഇവള് കാരണമാണ്, അവന് കാരണമാണ്, അല്ലെങ്കിൽ എൻ്റെ തന്തയും തള്ളയും കാരണമാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം നമ്മളുടെ സ്വന്തം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്ച്വലി. കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ട് പലരും എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. നമ്മൾ ഒരിക്കലും ചെയ്യരുത് അത് ബ്ലെയിം. എന്തെങ്കിലും ഒരു ആക്ഷൻ എന്ന് വെച്ചാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ആക്ഷൻ ഉണ്ടായത് നമ്മൾ കാരണമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യരുത്. നമ്മൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ആൾക്കാരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മൾക്ക് തന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പ്രശ്നം, അതിൻ്റെ സൊല്യൂഷൻ നോക്കുക. ഇപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ ശരിയല്ലെങ്കിൽ രണ്ടാമത്തെ സൊല്യൂഷൻ നോക്കുക. എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻസ് ഉണ്ട്. അടുത്ത പോയിൻ്റ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾക്ക് സമയം വേസ്റ്റാക്കാം, അല്ലെങ്കിൽ ആ സമയം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിലാണത്. മനസ്സിലായല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സമയം 24 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതിൽ ഉള്ള സമയം നിങ്ങൾ കിടന്ന് ഉറങ്ങുകയാണോ, ജോലി ചെയ്യുകയാണോ, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സമയം ബാക്കിയുള്ളത് എന്താ TV കാണുകയാണോ. അപ്പോൾ നമ്മളുടെ സമയം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാത്തവർ ഒരിക്കലും അവരുടെ ഡ്രീം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അർത്ഥം അവർക്ക് ഒരിക്കലും കിട്ടില്ല. ഇവൻ പല സ്റ്റഡീസിലും കണ്ടിട്ടുണ്ട് ഈ ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ് ഇല്ലാത്ത ആൾക്കാരിന് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഒന്നും ആവാണ്ട് പോണത്. അപ്പോൾ നമ്മളുടെ സമയത്തിനെ എങ്ങനെ ഉപയോഗിക്കണം, അതോ നഷ്ടപ്പെടുത്തണോ, ടിക്ടോക്ക് കണ്ടുകൊണ്ടിരിക്കണോ, സോഷ്യൽ മീഡിയയിൽ സമയം വേസ്റ്റ് ആക്കണോ, അതോ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണോ സോഷ്യൽ മീഡിയനെ, അങ്ങനെ പലതും. അത് നമ്മളുടെ ചോയ്സാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം നമുക്ക് കിട്ടും, വിജയിക്കാനുള്ള വഴിയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് സമയം വളരെ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും 24 മണിക്കൂർ ഒരു ദിവസത്തിൽ കിട്ടാറുണ്ട്. ആ 24 മണിക്കൂർ എന്ത് ചെയ്യണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, അത് നമ്മളുടെ ഇഷ്ടമാണ്. അത് സ്മാർട്ടായിട്ട് ഉപയോഗിക്കുക. പിന്നെ അടുത്ത പോയിൻ്റ്, ഇവിടെയാണ് കൂടുതലും ആൾക്കാർ പെട്ടു പോണത്. പിന്നെ അതിൽ അവർ ഒരു തടവിലായി പോവും. നമ്മളുടെ ജീവിതത്തിലെ ലൈഫ് പാർട്ട്ണർ പ്ലസ് ഫ്രണ്ട് സർക്കിൾ, ഇതൊക്കെ വളരെ നമ്മൾ ചൂസ് ചെയ്തിട്ട് എടുക്കണം. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലും പിന്നെ നമ്മളുടെ ലൈഫ് പാർട്ട്ണറിലും ഡിപ്പെൻഡ് ചെയ്യും നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം മുമ്പിലോട്ട് പോണത്. ഇപ്പം നല്ലതെന്ന് വെച്ചാൽ നല്ലതിന് വേണ്ടി നമ്മുടെ ഒപ്പം നിൽക്കണം. ചീത്ത എന്താ വെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് നമ്മളെ നേരെ വഴിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഒരു ചെറിയൊരു സപ്പോർട്ടുള്ളൊരു നല്ലൊരാൾ നമ്മളുടെ ഒപ്പം ലൈഫ് പാർട്ട്ണറായിട്ടുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചാൽ, ദെൻ നോബഡി ക്യാൻ എവർ സ്റ്റോപ്പ് യു. പക്ഷെ അതിനുപരി വേറൊരാൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം തന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂ. പിന്നെ എന്താ പറയുക, നമ്മൾ ബ്രെയിൻ വാഷായി പോകും. നമ്മൾ ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്. സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് അങ്ങനെയാണ്. ആർക്കും ആരെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും.
പല സിനിമകളിലും നമ്മൾ കാണാനല്ലോ ഇതൊക്കെ. അപ്പോൾ ബ്രെയിൻ വാഷ് ആവാണ്ടിരിക്കാൻ നോക്കുക. നല്ലത് ഏതാണ്, തെറ്റ് ഏതാണ്, നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കണം. നമ്മൾ നമ്മളുടെ പേടീനെ ഒരിക്കലും കേൾക്കാൻ പാടില്ല. അറിയോ, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ 2 ടൈപ്പ് ജനങ്ങളുണ്ട്, 2 ടൈപ്പ് ആൾ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിഹാർ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ 2 നിഹാറുണ്ട്. ഒന്ന് ശരിയും ഒന്ന് തെറ്റും പറയണ നിഹാർ. അപ്പം നമ്മൾക്ക് പക്ഷെ നമ്മളുടെ മൈൻഡ് തന്നെ പറയും നമ്മൾക്ക് ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന്. അപ്പം നമ്മൾ ഒരിക്കലും ആ തെറ്റായ നിഹാറിനെ കേൾക്കരുത്. നമ്മളെപ്പോഴും നോക്കേണ്ടത് ആ പോസിറ്റീവായിട്ടുള്ള നിഹാറിനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉള്ളിൽ, ഇപ്പോൾ നിങ്ങൾ അർജുനാണോ, അജയാണോ, മിഥുനാണോ, ആരെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആളെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് എപ്പോഴും. എൻ്റെ ലൈഫിലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കാറുണ്ട്, നടന്നിട്ടുമുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ടഗ് ഓഫ് വാർ എന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിലുള്ള ഒരു പോസിറ്റീവ് ആയ തോട്ടും പിന്നെ നെഗറ്റീവായ തോട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വൈഫും മോനും പോയി കഴിഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 10-15 ദിവസം പുറത്ത് പോലും ഞാൻ ഇറങ്ങിയില്ല. ഭക്ഷണമൊക്കെ ഞാൻ ഓർഡർ ചെയ്യായിരുന്നു ഓൺലൈനിൽ കൂടെ. പിന്നെ കുറേ ചിപ്സും ചോക്ലേറ്റും ഇതൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി തിന്നുക. ഞാൻ സ്വന്തം ഭക്ഷണം ഉണ്ടാക്കൂല, വെറുതെ ഓർഡർ ചെയ്യുക. എന്നുവെച്ചാൽ ആകെ ഒരു മനസ്സ് തളർന്ന മാതിരി ഒരു ഫീലിംഗ് വന്നു. കാരണം ഞാൻ ആക്ച്വലി ഐ വാസ് നോട്ട് തിങ്കിങ് വിത്ത് മൈ ഹെഡ്, ഐ വാസ് തിങ്കിങ് വിത്ത് മൈ ഹാർട്ട്. അതായിരുന്നു ആ പ്രശ്നം. പക്ഷെ എനിക്കത് മനസ്സിലായി തുടങ്ങിയപ്പോൾ 15 ദിവസം എൻ്റെ വേസ്റ്റായി. പെട്ടെന്നാണ് ഞാൻ അതിൻ്റെ ആക്ഷൻ എടുത്തത്. കാരണം അത് എന്നെ ഓവർടേക്ക് ചെയ്തിരുന്നു വെച്ചാൽ ഇന്ന് ഞാൻ ഈ നിലയിലെത്തില്ലായിരുന്നു. ഐ വുഡ് നോട്ട് ബി ഹാപ്പി ഈവൺ ഇൻ ദിസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? മാക്സിമം ആദ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ നെഗറ്റീവ് എനർജീസ് എന്താണ്, നെഗറ്റീവ് തോട്ട്സ് എന്താണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുക. കാരണം അവിടെയാണ് ഏറ്റവും ആദ്യം നമ്മൾ പെട്ടുപോണത്. നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് എനർജീസൊക്കെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സഹോദര പിന്നെ നമ്മൾക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് രസാലേ ഈ ലൈറ്റ്സ് കാണാൻ ഡേറ്റ്സിൻ്റെ പാമിലെ. ഞാനൊരു പുതിയ റൂട്ട് എടുത്തിരിക്കുക. ആ റൂട്ടിൽ കൂടെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല കാംനെസ്സും ക്വയറ്റ്നെസ്സും ഉണ്ട്. മറ്റിടത്തൊക്കെ ഭയങ്കര കൺസ്ട്രക്ഷൻ നടക്കണ പോയി. ഞാൻ ഈ വീഡിയോസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് HDR-ലാണ് കേട്ടോ, ഡോൾബി വിഷൻ. അപ്പോൾ ആ ഡോൾബി വിഷൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര അപാര സംഭവം തന്നെ ഇട്ടത്. ഇതിന് ഞാൻ എൻ്റെ വീഡിയോസ് ഇഞ്ഞു എല്ലാതും HDR-ൽ ഉണ്ടാക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ HDR-ൻ്റെ ഡിസ്പ്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. സാധാരണ എല്ലാ MacBook Pro അതിലൊക്കെ ഡിസ്പ്ലേ വരുന്നത്, റെറ്റിന ഡിസ്പ്ലേ വരുന്നത് എല്ലാം HDR ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഉള്ളത് MacBook Pro ആണ്. എൻ്റെ 2021 പുതിയ മോഡൽ. പഴയതുണ്ടായിരുന്നത് ഞാനത് കേടായി പോയിട്ട് ആ സമയത്ത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഇതിൽ നിന്ന് പിന്നിലേക്ക് പോകാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായിപ്പോയി. ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ആയിട്ട് എല്ലാതും ഇപ്പോൾ 4K HDR. ഞാൻ പല വീഡിയോസും കണ്ടു. നമ്മളിപ്പോൾ കാണുന്ന നെറ്റ്ഫ്ലിക്സ് മൂവീസ് വരെ എല്ലാതും HDR-ലാണ് ഷൂട്ട് ചെയ്യുന്നത് അവർ. അപ്പോൾ നമുക്ക് തിരിച്ച് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഒരു ബെറ്റർ ലൈഫ്, നല്ലൊരു ജീവിതം വേണമെന്ന് വെച്ചാൽ യു ഹാവ് ടു ഏൺ ഇറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ സമ്പാദിക്കുന്നത്, വേറെ ആർക്കും അത് സമ്പാദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ അംബാനിയുടെയോ അല്ലെങ്കിൽ ടാറ്റയുടെയോ മക്കളൊന്നുമല്ല. അപ്പോൾ നമ്മൾ തന്നെ ആ ജീവിതം നമ്മൾ സമ്പാദിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ദർ വിൽ ബി നോ പർപ്പസ് ഇൻ ലൈഫ്. അതൊന്നും മനസ്സിലാക്കുക. സോ സ്റ്റാർട്ട് നൗ, നോ മോർ എക്സ്ക്യൂസസ്. ഇന്ന് തന്നെ തുടങ്ങുക. ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ തുടങ്ങുക. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടും നല്ലൊരു പർപ്പസ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ടും ജീവിക്കാം. അപ്പം ഞാനിങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 4-5 മാസം ഞാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ് അതെനിക്ക് മാത്രമേ അറിയൂ. വാട്ട് ഐ ഹാവ് ബീൻ ഗോയിങ് ത്രൂ. ഇതുമാതിരി പലർക്കും ഇങ്ങനത്തെ ഒരു ഫേസ് ഓഫ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഫേസ് വരാറുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ ലൈഫിൽ കൂടെ, എൻ്റെ വ്ളോഗിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ബാക്കി ഈ പോയിൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അതിനെങ്ങനെ ഞാൻ എൻ്റെ സൊല്യൂഷൻസ് ഞാനതിൽ കണ്ടിട്ട് ഞാൻ ഓരോന്നോരോന്ന് അതിനെ സോൾവ് ചെയ്യുന്നു. അതാണ് ഞാൻ ഇതിൽ കൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ നിങ്ങളുടെയും ഒപ്പീനിയൻസ് ഒന്ന് പറയുക. നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ്, പിന്നെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ അർത്ഥം എന്താണ് ജീവിക്കണതിൻ്റെ, അതിനെ പറ്റിയിട്ട് കമൻറ്റിൽ കൂടെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് നല്ലോണം ആ സബ്സ്ക്രൈബ് ബട്ടൺ നല്ലോണം അടിക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ എല്ലാതും കൂടെ ഓൺ ചെയ്യുക. ഞാനിങ്ങനെ വീഡിയോസ് ഡെയിലി ഓരോന്നോരോന്ന് ഉണ്ടാക്കാറുണ്ട്, ലൈഫ് ലെസൺസിനെ പറ്റിയിട്ടും പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. അതുവരെ ഒരു ചെറിയ ബൈ.